നമസ്കാരം, ഹെൽത്തി ബൈറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒരു ആയുർവേദ മരുന്നുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞിയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ചുവടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. മരുന്ന് കഞ്ഞി പോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ മരുന്നുണ്ടയ്ക്കും. കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരബലത്തിനും ആരോഗ്യം വീണ്ടെടുക്കാനും ഇത് ഒരുപാട് സഹായിക്കുന്നു. കൂടാതെ നടുവിന് വേദന, നീർക്കെട്ട് എന്നിവയൊക്കെ മാറാനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ മരുന്നുണ്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് തിരിച്ചു വരാം. നമ്മുടെ മരുന്നുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചീനിച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇരുമ്പ് ചീനിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് മട്ട റൈസ്, നമ്മുടെ കുത്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന കുത്തിരി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തെടുക്കാൻ. നമ്മുടെ കുത്തിരി വറുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ ബാക്കി ചേരുവകളൊക്കെ വളരെ പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതാണ്. നമ്മളിവിടെ കുത്തിരി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിപ്പം 9 കൂട്ടം മരുന്ന് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചമർപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ മരുന്നുണ്ടയിൽ കുത്തിരി ചേർക്കുന്നത്. നമ്മുടെ അരി ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതിങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ കുത്തിരി ഇവിടെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതിന് മാറ്റാം. ഇനി ഇതേ സെയിം ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഞവര അരി ഇടുകയാണ്. അതും 1 കപ്പ് തന്നെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞവര അരിയാണിത്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിപ്പോൾ ഈ മട്ട അരി വറുത്ത പോലെ അത്രയും സമയം എടുക്കില്ല. നമ്മുടെ ഞവര അരിക്ക് ഒരുപാട് മെഡിസിനൽ ആയിട്ടുള്ളൊരു റൈസാണിത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, അതുപോലെ നമുക്കിപ്പം ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനത്തിന്, പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെ നല്ല ഒരു റൈസാണിത്. പിന്നെ കുട്ടികൾക്ക് തൂക്കം കൂടാനും ഒക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഇതുകൂടി നമുക്കിനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഞവര അരിയും നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഞവര അരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് നമ്മളൊന്ന് കഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കിതെടുക്കാം. ഞാൻ നേരത്തെ നമ്മുടെ കുത്തിരി വറുത്ത് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഇതിടുന്നത്. നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ, ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. അതുപോലെ ഇതൊക്കെ തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിച്ചാലും നമ്മൾക്ക് വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഉലുവയ്ക്ക് കുറച്ച് കയ്പുണ്ട്, പക്ഷേ ഇതിന് ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പിൽ നിന്ന് കുറച്ചാണെങ്കിലും ചേർത്താൽ മതിയാവും. നമ്മുടെ ഉലുവ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഞാനിവിടെ ആശാളി 1/4 കപ്പാണ് എടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ആശാളിയിൽ ധാരാളം പ്രോട്ടീനും അയണും അടങ്ങിയിട്ടുണ്ട്. അപ്പം വിളർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ ഇറഗുലർ മെൻസ്ട്രൽ പീരീഡ്സ് ഒക്കെ റെഗുലർ ആക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. നമ്മുടെ ആശാളി നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന 1/4 കപ്പ് അയമോദകമാണ്. ഇത് നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കഫക്കെട്ട്, ജലദോഷമൊക്കെ കുറയ്ക്കാനും ഇത് ഒരുപാട് സഹായിക്കും. ഇപ്പം നമ്മുടെ ഈ ആശാളിയും അയമോദകവും ജീരകവും ഒക്കെ വളരെ പെട്ടെന്ന് മൂത്ത് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അടുത്ത എടുത്തിരിക്കുന്ന എള്ളാണ്. അതും 1/4 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ളാണ്. വെളുത്തതാണെങ്കിലും കുഴപ്പമില്ല. കറുത്ത എള്ളിനാണ് കുറച്ചുകൂടി ആരോഗ്യ ഗുണങ്ങളുള്ളത്. ഇത് നമ്മുടെ ഹോർമോണൊക്കെ ബാലൻസ് ചെയ്യാൻ, അതുപോലെ ബ്ലഡ് പ്രഷർ ലെവൽ കുറയ്ക്കാൻ, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ
ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എള്ളും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. 1/4 കപ്പ് ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജീരകം ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ബാഡ് ടോക്സിൻസിനെ കളയാൻ, ആസിഡിറ്റി കുറയ്ക്കാൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ ഒക്കെ വളരെ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ വെയിറ്റ് ലോസിന്, വണ്ണം കുറയ്ക്കാനും നമ്മുടെ ജീരകം സഹായിക്കും. ജീരകം മൂത്തു, ഇതുകൂടി മാറ്റാം. 1/4 കപ്പ് ചതുകുപ്പയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ജീരകം പോലെ തന്നെ ഇരിക്കും. ഇതാണ് ചതുകുപ്പ. 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ അലർജി, ജലദോഷം, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ വിശപ്പില്ലായ്മയൊക്കെ മാറ്റാനും ഇത് ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 9 കൂട്ടം മരുന്നുകളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 9 കൂട്ടം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി 3 ആണെങ്കിലും 5 ആണെങ്കിലും 7 ആണെങ്കിലും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ഞാനിതെല്ലാം ഒരു അങ്ങാടിക്കടയിൽ തന്നെയാണ് വാങ്ങിയത്. അപ്പം നമുക്ക് അങ്ങാടിക്കടയിൽ പോയാൽ ഉറപ്പായിട്ടും ഇതെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതും മാറ്റാം. അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് ചുക്കാണ്. 2 കഷ്ണം ചുക്കും ഒരു 10 ഏലക്കയും. ചുക്കെന്ന് പറയുന്നത് ഇഞ്ചി ഉണക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചേരുവകൾ വന്നുകൊണ്ട് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുന്നുണ്ട്. അത് മാത്രമല്ല വീഡിയോയുടെ തുടക്കത്തിലും ഇൻഗ്രീഡിയൻസിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അളവൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ചുക്കും ഏലക്കയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് മാറ്റാം. ഞാൻ ഇതിലേക്ക് ഒരു 4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങയൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഈ തേങ്ങയുടെ വെള്ളമയം ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചയോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും, ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മരുന്നെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയൊരു തരിതരിപ്പോടെ നമ്മൾ ഈ അവലൂസിൻ്റെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അരി പൊടിച്ചെടുക്കുന്ന ഏകദേശം അതുപോലെ വേണം എടുക്കാനായിട്ട്. നമുക്കിത് പൊടിക്കാം. ഇനി നമുക്കിത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. 1/2 കിലോ കരിപ്പെട്ടി 1/4 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് ഒന്ന് ഉരുക്കിയെടുത്താണ്. എന്നിട്ട് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ കരിപ്പെട്ടി പാനി. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ മരുന്നിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ തേങ്ങാപ്പീര ആഡ് ചെയ്യാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കിലോ കരിപ്പെട്ടി പാനിയാക്കി വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ട് ബാക്കി ശർക്കര കൂടി ചേർക്കാം. കുറച്ച് ശർക്കര പാനി കൂടി ചേർക്കാം. ഇനി നമുക്കിത് ഓരോ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഓരോ ബോൾസ് ആക്കി എടുക്കാം. നമ്മളിപ്പോൾ ഈ എടുത്തൊരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു 14-15 മരുന്നുണ്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ആരോഗ്യപരമായ മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്ന ഒന്നാണ് നമ്മളുടെ ഈ മരുന്നുണ്ട. പിന്നെ നമ്മൾ ഉലുവയൊക്കെ ചേർക്കുന്നതും പിന്നെ ഇത്രയും മരുന്നുകളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ചമർപ്പം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്ത് കഴിച്ചാൽ വളരെ നന്നായിരിക്കും. പിന്നെ രാവിലെ വെറും വയറ്റിൽ ഒരെണ്ണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഒരു 4 മണി സമയത്ത് നമുക്ക് ചുക്ക് കാപ്പിയോടൊപ്പം കഴിച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് നന്നായിരിക്കുക. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.